നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഈ റീഡിങ്ങിൽ നിന്ന് വിട്ടുകളയുക. അതുപോലെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോഴാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആവുന്നത്. അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, യൂണിവേഴ്സിനോട് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സിന് ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതായത് നിങ്ങൾ ഇമോഷൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. അതായത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ഇമോഷണൽ ആയിട്ട് എല്ലാ കാര്യത്തിനെയും എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇമോഷണലി ചിന്തിക്കുമ്പോൾ നമ്മൾ വീക്കായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, നമ്മളുടെ ലൈഫിൽ ഇമോഷണലി ചിന്തിക്കാൻ പാടില്ല. ഇമോഷണലി ചിന്തിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇമോഷണലി അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസും നിങ്ങൾ ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മനസ്സിന് കുറച്ച് സ്ട്രെങ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്ത് കാര്യത്തിനും വീക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തടസ്സമായിട്ട് വന്നു, നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച് നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ ഡൗൺ ആയി പോവാതെ നിങ്ങൾ നെക്സ്റ്റ് കാര്യം ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇനി അടുത്തത്, അതായത് അത് എന്തായാലും ഫെയിലായി, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു എഫേർട്ട് നിർത്താതെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിന് കുറച്ച് സ്ട്രെങ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വീക്കായിട്ട് നിങ്ങൾ ഇത് നടന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഇതിൽ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ ആ ഒരു ആക്ഷൻ അവിടെ നിർത്തും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ മനസ്സിന് സ്ട്രെങ്ത് കൊടുത്ത് നിങ്ങളുടെ കരിയർ ആണെങ്കിൽ അത്, ലൈഫാണെങ്കിൽ അത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ സ്പിരിച്വലി കുറച്ച് ഇൻവോൾവ് ആവേണ്ട ഒരു സമയമാണ്. നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും അത് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ അടുത്തത് പേജ് ഓഫ് വാൺസ് ആണ്. അതായത് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങളുടെ ഇംപ്രൂവ് ആക്കി കൊണ്ടുവരിക, അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവസരത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. എന്തെങ്കിലും സാഹചര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ പേടിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതായത് നിങ്ങളുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന കാര്യമാണത്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്റ്റേൺ ആയിട്ട് നിങ്ങൾ പറയണം. അങ്ങനെ പറയുമ്പോഴേ നിങ്ങൾക്ക് ലൈഫിൽ മുൻപോട്ട് നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങൾ നേടാനും നിങ്ങൾക്ക് ഒരു എന്താ പറയുക, സ്ട്രഗിൾ ഇല്ലാതെ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുള്ളൂ. അടുത്തത് വേൾഡ് കാർഡാണ്. അതായത് നിങ്ങൾക്ക് എന്താ പറയുക, യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യാത്രകൾ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന യാത്രകൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു ടൈമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്.
അതുപോലെ നിങ്ങളൊരു ജഗ്ലിംഗ്, അതായത് നിങ്ങളൊരു സിറ്റുവേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജഗ്ലിംഗ് ആയിട്ടുള്ള, അതായത് ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചൊരു സ്റ്റാൻഡ് എടുക്കാതെ അത് വേണോ ഇത് വേണോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആ ഒരു മൈൻഡ് നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ്. അടുത്തത് നിങ്ങൾ എന്താ പറയുക, 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അതായത് നിങ്ങൾ എന്ത് കാര്യത്തിന് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരും എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരും. നിങ്ങൾ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് തോന്നുന്നുണ്ടാവില്ല, പക്ഷെ അത് ഗ്രോത്തിലേക്കുള്ള ഒരു എന്താ പറയുക, ഗ്രോത്തിലേക്കുള്ള വഴിയിലാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവ്, അതായത് നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ലൈഫ് ജീവിതത്തിൽ ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവ്, ഒരു എന്താ പറയുക, ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ടതായിട്ടുണ്ട്. അത് വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവ് തന്നെയാണ് നമ്മളുടെ ഒരു പേഴ്സന്റെ വെളിച്ചം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്ത് ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ റീഡിങ് കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് ഈ റീഡിങ്ങിൽ എടുക്കാം. ടി എന്ന ലെറ്റർ കിട്ടിയിട്ടുണ്ട്. കാർത്തിക നക്ഷത്രം, ഫെബ്രുവരി, എ, രണ്ടായിരം, നവംബർ, അവിട്ടം, ജെ, വൈ, 1996, പൂരം, അനീഴം, ജൂലൈ, ഓഗസ്റ്റ്, 1998, 1992, അശ്വതി. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം, ക്ലെയിം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.